എന്റെ അമ്മേ, ആ കേശവുള്ള ചേട്ടന് ഈ തൊഴുത്തിലൊന്നും ഇറക്കേണ്ട വല്ല കാര്യമുണ്ടാ? പോത്തുപോലെ 4 മക്കളുള്ളത്. അതുകൊണ്ടാണല്ലോ തന്ത തൊഴുത്തിലായത്. മക്കൾ അപ്പനോളമായാൽ അപ്പൻ വെറും ശപ്പൻ. നിന്റെ കാര്യമല്ലടാപ്പ. പിന്നെ ഇന്ന് ഏത് ജോലിക്കുള്ള ആപ്ലിക്കേഷനാ ഇത്? ഫുഡ് ഇൻസ്പെക്ടർക്കുള്ള അപേക്ഷ. ഫാസ്റ്റ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത നീയാണോ ഫുഡ് ഇൻസ്പെക്ടർ ആകാൻ പോകുന്നത്? അതെ, ഈ ഫുഡിനൊക്കെ ഇൻസ്പെക്ടർ ഉണ്ടോ? പിന്നെ ഫുഡ് കൂടുതൽ കഴിക്കണ ഇൻസ്പെക്ടർമാരാണ് ഫുഡ് ഇൻസ്പെക്ടർ. അങ്ങനെയാണെങ്കിൽ നീ ഫുഡ് അയച്ചാണ്ടതല്ലേ? അതെ, ഈ കോംപ്ലിക്കേഷൻ എടുത്ത് എന്ന് തീരുവിടോ ബോസേട്ടാ, ഇതെന്റെ അവസാനത്തെ ആപ്ലിക്കേഷൻ. അയ്യോ, ഇതും കൂടി കിട്ടിയില്ലെങ്കിൽ വിഷം ഓടിക്കൂ. ഞാൻ അടുത്ത് എഴുതും, അല്ലാതെ ചെയ്യാനാ. ഇവന് മാറ്റം നിനക്കൊന്നും തോന്നുന്നില്ല. ശീലമായി പോയി. എടാ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കീടനാശിനി കുപ്പികൾ ഇങ്ങനെ തുറന്നു വെച്ചേക്കായിരുന്നു. എന്തൊരു ഗന്ധം! എന്തോ ഇത് കൊട്ടാരമൊന്നും അല്ലല്ല. നിങ്ങളെ പോലെ തന്നെ ഡെയിലി 10 രൂപ വാടക കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ കഴിയണത്. ഈ മണം കുറച്ച് സഹിക്കേണ്ടി വരും. വെറുതെ അല്ല നിന്റെ കീടനാശിനി എന്ന് വിളിക്കുന്നത്. ഇവൻ ഈ സത്ര മാറ്റിച്ചേ അടങ്ങും. നീ മാവില് മരുന്നടിച്ചിട്ട് അതിൽ തേങ്ങ ഉണ്ടായെന്ന് കേട്ടല്ല? അതരബദ്ധം പറ്റിയതാണ്. മരുന്ന് മാറിപ്പോയി. എങ്ങനെടിക്കണ്ടായിരുന്നു മാവിനടിച്ച്. അതെ, മാസ വാടകയും ചോദിച്ചു ഓണർ ഒരാളെ വിട്ടായിരുന്നു. 5-6 വണ്ടി ഒന്നിച്ച് പഞ്ചറാകട്ടടാ. വാടക മുഴുവൻ ഒറ്റ അടിക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒറ്റ ഇടിക്ക് പുറത്താക്കുമെന്ന് പറഞ്ഞാണ് പോയേക്കണത്. എന്തുകൊണ്ട് തിരഞ്ഞെടുത്ത 1001 ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുക്കാത്ത 2002 ഉത്തരങ്ങൾ കൊണ്ട് ചുട്ട മറുപടി നൽകുന്നു. കാക്ക കുളിച്ചാൽ കൊക്കാകാത്തത് എന്തുകൊണ്ട്? യേശുദാസ് താടി വളർത്തുന്നത് എന്തുകൊണ്ട്? MG ശ്രീകുമാർ താടി വളർത്താത്തത് എന്തുകൊണ്ട്? IM വിജയ് മലയാള സിനിമയിൽ എത്തിയത് എന്ത് കണ്ടുകൊണ്ട്? നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. നാളെ ബസ്സിൽ കയറി ആൾക്കാരെ പറ്റിക്കാളിന്റെ റിഹേഴ്സലാ. അത് മനസ്സിലായി. നീ വാടക തരാത്തത് എന്തുകൊണ്ട്? ഈ ബുക്ക് ആരും വാങ്ങാത്തത് കൊണ്ട്. ഇവന്റെ പരാതിക്കാരും പിടിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ദേ, ഒരു കാര്യം ഞാൻ എല്ലാരോടും പറയാണ്. നാളെ മുതൽ കൃത്യമായിട്ട് വാടക തന്നില്ലെങ്കിൽ എന്റെ കളിയും ചിരിയൊക്കെ അങ്ങ് മാറും. ഓണറെ കൊണ്ട് എന്റെ കഴുത്തിന്റെ അളവെടുക്കാനുള്ള ഇടവരുത്തരുത്. ആ ചായക്കടക്കാരന്റെ മകനെ കണക്കിന് നല്ല മാർക്ക് കിട്ടിയെന്ന് ചേട്ടനോട് പറയാൻ പറഞ്ഞു. ഇയാളെന്തിനാ എന്നോട് പറയുന്നേ? നിങ്ങൾ ചായ കുടിച്ചതിന്റെ പറ്റെഴുതിയാ കൊച്ചൻ കണക്ക് പഠിച്ചതെന്ന്. ആരും വിളിക്കണ്ട. ഇയാളെ മാറ്റി മോത്തിട്ടുണ്ടല്ലോ. കാശ് കൊടുത്തില്ലെങ്കിലേ നാളെ തൊട്ട് ചായ തരില്ല എന്നും പറഞ്ഞു. എന്റെ ഈശോയെ, ചായക്കടയിലെ പറ്റ്, ഇവിടുത്തെ വാടക, റമ്മിരിപ്പുണ്ടോ? അടി തുടങ്ങാം. മനസ്സിലായി? മനസ്സിലായ? അരിതാമ്മ. ഇനി ആരോഹണത്തിൽ പാടൂ. സബാഷ്. ഇനി അവരോഹണത്തിൽ പാടിത്തണ്ടു. എടാ തോമ, നിന്റെ താമ ശരിയല്ല. എഴുതക്കടാ. എടാ, സ്വരത്തിൽ കയറി പിടിക്കടാ. ഇങ്ങനെ തന്നെ ഒരു ചുക്കം കിട്ടില്ല എനക്ക്. നീ പാടിക്കൊടു. നല്ല സാരി തരൂ അമ്മ. സംഗതിയൊക്കെ തറക്കിട്ടില്ല. പക്ഷെ നിന്റെ അമ്മയ്ക്ക് വിളി ശരിയല്ല. എടാ, കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിയിരുന്ന് വേണം സാധനം ചെയ്യാൻ. സാധനമല്ല മനുഷ്യ, സാധവം. സാധവം. ആ, ഇത് തന്നെ. ഇനി ഓരോരുത്തരും നാളെ ചെയ്യേണ്ട ജോലികളെ കുറിച്ചാണ് അടുത്ത പാഠം. മുസ്തഫ, സ്റ്റാൻഡപ്പ്. എഴുതേക്കടാ. എടാ, നീ നാളെ ബസ്സിലെ കാർഡിയോളജിസ്റ്റാ. എന്ന് വെച്ചാൽ എന്താ? എടാ, ഈ ബസ്സിൽ കാർഡ് ഇട്ട് തെണ്ടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അതാണ് കാർഡിയോളജിസ്റ്റ്. ആരാ? കാർഡിയോളജിസ്റ്റ്. ആ, എന്താണ് മിഴിച്ചു നോക്കുന്നേ? കേട്ട് പഠിച്ചോടാ തണ്ടി. ഇരിക്കടാ. ലവനെ നമ്മള് ട്രെയിനിൽ പാടാൻ വിട്ടാ മതി. എഴുതേക്കടാ. അപ്പൊ ഏത് പാട്ട് നീ പാടാൻ പോണേ? 1000 പാദസ്വരങ്ങൾ കിലുങ്ങി. സംഗതി കൊള്ളാം. പക്ഷെ പാലക്കാട് വരെ പറ്റൂ. അത് കഴിഞ്ഞാൽ തമിഴ്നാടാ. തമിഴ് വേണം. തമിഴിൽ എങ്ങനെ പാടും? ഇത് തന്നെ പാടാ. 1000 പാദസരങ്ങൾ കിലുങ്കി ആലുവാപ്പുള പിന്നെയും ഒഴുകി ഗമപ ഒഴുകി. അപ്പൊ വണ്ടി ബോംബെ എത്തിയാ ഇന്ത്യക്ക് എന്ത് ചെയ്യും? അതിനു മുമ്പ് പോലീസ് പിടിക്കില്ലേ? എന്തൊരു ബുദ്ധിയാണ്! ഈ മെന്റൽ ശക്തി നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ നമ്മൾ ക്രോൺപനെയൊക്കെ ക്രോർപതി ആയി പോയേനെ. അപ്പൊ ഇതുവരെ എനിക്ക് ബുദ്ധിയില്ലെന്നാണ് പറഞ്ഞു. നമ്മളൊരു സത്യം പറഞ്ഞ അത്രേ ഉള്ളൂ അല്ലേ മക്കളെ? സത്യം പറഞ്ഞ നീ സത്യം പറഞ്ഞ ഈ കുടിലിന്റെ മുമ്പിൽ സത്യം പറഞ്ഞ നല്ല മാണിക്കം പോലത്തെ പിള്ളേരുടെ ചീത്താക്കിയാലുണ്ടല്ലോ. ചീത്താക്കിയങ്ങൾ എന്തോ ചെയ്യും? കൊല്ലിക്കാതെ നിങ്ങളുടെ കയ്യാങ്കളി എന്റെ ഓമ്യങ്ങൾ കാണിക്കരുത് കേട്ടോ. ഈ മല്ലേശ്വരിയോട് കളിച്ചാലുണ്ടല്ലോ. അയ്യോ, ഒന്ന് എടുത്തു തരുമോ പ്ലീസ്?
ഇന്ന് രണ്ടിലൊന്നും കാര്യം അയ്യോ, ആ ബസ്സിലെ അയ്യോ. പോണ. ദാ അവിടെ നിക്കടാ, ഡേയ്. പോയി പിടിക്ക്. എടാ, നിക്കടാ അവിടെ. നീ എവിടെ പോയിണ്? ഞാൻ എന്റെ പാട്ടിന് പോവാ. പാട്ടിന് പോണ? നീ പാട്ടിന് ഡാൻസിനൊന്നും പോണ്ട. നിനക്ക് പറ്റിയ പണി മോഷണം. ഞാൻ മോഷ്ടിക്കില്ല. ഏ? ഞാൻ മോഷ്ടിക്കില്ലാന്ന്. നിങ്ങൾ അതിനെ പേടിപ്പിക്കാതെ. മക്കള് മോട്ടിക്കണ്ട കേട്ടോ. കട്ടാ മതി. പിന്നെ ഈ നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. ഇവിടെ കുഞ്ഞങ്ങ് സമ്മതിച്ചേക്ക്. കേട്ടാ? ഷീ കോൺഫിഡന്റ്. സോറി. സമ്മതിച്ചാ? സമ്മതിച്ചടാ? സമ്മതിച്ചേക്ക്. ഓ, നാളെ നിനക്ക് ഞാൻ സ്പെഷ്യൽ ഡ്യൂട്ടി തരാൻ പോവുകയാണ്. പോയി കിടന്ന് നോക്കടാ. ഞങ്ങളിതേ പോവേണേ. എന്റെ മോൻ ഭാവിയിൽ കായംകുളം കുറ്റനെ കടത്തി വിട്ടു നോയിക്കോ. നിക്കടാ. സൂക്ഷിക്കണം. പോലീസിന്റെ കയ്യിൽ പോയി പെടരുത്. പെട്ടാ കൂമ്പിനിട്ടിട്ടുള്ള മാക്രി. പിന്നെ വെറും കൈയോടെ ആരും തിരിച്ചു വരികയും ചെയ്യരുത്. എന്ന് വെച്ചാൽ അൽക്കുലത്തെ സാധനം വേണ്ട. നല്ല കോസ്റ്റ്ലി ആയിട്ട് നോക്കി എടുക്കണേ മക്കളെ. ആ, നീ എവിടെയാ പോണത്? അവരെന്ന് പറഞ്ഞു. ഞാൻ റെയിൽവേ സ്റ്റേഷൻ. തലേ കെട്ടുണ്ടല്ലോ. വീട് കെട്ടിയെടുത്താ? ആ, അവിടുന്ന് പെറുക്കിയെടുത്തു. കായംകുളം കൊച്ചുണ്ണിക്കാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പോ മക്കളെ. ചെല്ലി 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 പോ. നീയോ? അത് ഹോട്ടലില്. ഹോട്ടലില്ല. അവിടെ സാപ്പാടി സമയം കളയരുത്. കളക്ഷൻ കറക്റ്റ് ആയിട്ട് എത്തിക്കണം. പോ. ചാടി ചാടി പോ, ചാടി ചാടി പോ. ആ, നീയോ? ഞാൻ മാർക്കറ്റില്. ആ, തിരുത കണ്ട വിടണ്ടാട്ടോ. നല്ല തിരുതനെ പൊരിച്ചില്ല. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ചെല്ലി ചെല്ലി. അയ്യോ, പോക്കറ്റ് ബ്ലേഡ് കത്രയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ടച്ച് വിട്ടിട്ടില്ല മക്കളെ. ശരി ശരി, ചെല്ലു മോനെ, ചെല്ലി ചെല്ലു മക്കളെ. ഈശ്വരാ, കണ്ടു പടി മോനെ. തൊഴിലിനോടുള്ള ആത്മാർത്ഥത. അവന്റെ നിപ്പ് കണ്ടില്ലേ? കളക്ടറുടെ മോഹന വിചാരം. ദേഷ്യപ്പെടാറ് ഡാർജിലിംഗ്. അയ്യോ, എന്റെ തങ്കക്കൂടെ ഒന്ന് കലക്കും. കലക്കുവാ? ഞാൻ ഇന്ന് കലക്കി തരാം. നമ്മൾ പോകുന്ന വഴിക്ക് മോൻ പറഞ്ഞ ഹെലികോപ്റ്റർ വാങ്ങിച്ചു തരാവേ. കേട്ടാ? ശരി, പോ. ഡീസന്റ് ആവും, ഡീസന്റ് ആവും. വരണം സർ. വരൂ മാഡം, പ്ലീസ്. ഹലോ. എന്ത് സർ വേണ്ടത്? ഷോ മീ ദി ചെയിൻസ് latest. ഞങ്ങൾക്ക് ഒരു 10 പവനോളം വരുന്ന പുതിയ ഫാഷനിലുള്ള ഒരു ചെയിൻ വേണം. അല്ലേ ചേട്ടാ? Yeah. Sir. 10 pavans. Is it Indian jewelry? Yeah. Very bad. ഇഷ്ടപ്പെട്ടില്ല? Mhm. ഓ. Life is beautiful. ഓ, നൈസ് ടു മീറ്റ് യു. ഇതല്ലേ ചേട്ടാ മാല? No, this is not. That is. അല്ല, ഇതാണ് ചേട്ടാ. ഞാനല്ലേ ആ മാല പർച്ചേസ് ചെയ്തത്. കളി. കൊള്ളിനെ കുറിച്ച് കൂമ്പിടിച്ചു കോട്ടും. ഇത് ഷോപ്പാണ്. റിമെമ്പർ മീ. ഓ, നൈസ്. ഏത് മലയാണ് സർ? എന്റെ സിസ്റ്ററിന് വേണ്ടി ഇതുപോലൊരു മാല പർച്ചേസ് ചെയ്തിരുന്നു. ഇറ്റ്സ് ഇനഫ്. ഹൗ മച്ച് ഗ്രാം വെയിറ്റ്? 79,300. അയ്യോ, 10 പവൻ തികച്ചില്ല. അല്ല, നല്ലതാ. That's enough. Okay. Please count it immediately because I'm very busy man. തന്നെ. $27,500. Oh, can I give check? അയ്യോ സർ, ചെക്ക് സ്വീകരിക്കാൻ ഇവിടെ മുതലാളിയില്ല. Yeah. ഈ മാല മാറ്റി വെച്ചേക്കും. ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വന്നെടുത്തോ. ഓക്കെ. എനിത്തിങ് റോങ്? നത്തിങ്. എനി ഡൗട്ട്? നോ ഡൗട്ട് സർ. ഓക്കെ. ഹായ് ബ്യൂട്ടി. ഞാൻ കയറി പിടിച്ചിട്ടില്ല. അയ്യോ, ഞാനല്ല. അയ്യോ, മോശം. അയ്യോ, ഇന്നലെ ചേച്ചി ഒന്ന് പറയല്ലേ? അയ്യോ, ചെയ്യല്ലേ? അയ്യോ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇടലേ കള്ളനാ, മുക്കോണ്ട് വെച്ചിട്ട് സ്വർണ്ണമാല മോഷ്ടിച്ചവനാ. നീനകളെ കുരുതി കൊടുക്കണോ? അപ്പോഴേ പറയാ ഈ പ്ലാനിങ്ങിന് ഈ ചെറുക്കനെ ചേർക്കണ്ടെന്ന്.
കല്യാണം ഉണ്ട്. എന്റെ കോട്ട് വാടക ഇതാ ലിഫ്റ്റ് പോണു. ഓടിയോ 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 ചേട്ടാ ഇവനുണ്ടോ ദൈവം കിട്ടാതെ ഞാൻ നോക്കണം അവിടെ ചേട്ടാ അടുക്കരുത്, ഒച്ചടത്ത് അടുക്കരുത്, എല്ലാത്തിനും ഞാൻ വെടിവെച്ച് കൊല്ലും. അല്ല കത്തിയോടെ കുത്തിക്കൊല്ലും ഞാൻ. പുതിയ കത്തിയാണ് മൂർത്തിയില്ലാതെ മേടിക്കരുത്, കൊല്ലും ഞാൻ. കൈ മുറിക്കും, ഓടിക്കാം, കൊല്ലും ഞാൻ, ഓടിക്കോടി.